ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. യോന പ്രവാചകൻ്റെ പുസ്തകം 4-ാം അധ്യായം 1-2 വാക്യങ്ങൾ വായിക്കാം. യോനായ്ക്ക് ഇത് അത്യന്തം അനിഷ്ടമായി. അവന് കോപം വന്നു. അവൻ യഹോവയോട് പ്രാർത്ഥിച്ചു, അയ്യോ യഹോവേ, ഞാൻ എൻ്റെ ദേശത്തായിരുന്നപ്പോൾ ഞാൻ പറഞ്ഞ വാക്ക് ഇതുതന്നെയല്ലയോ? അതുകൊണ്ടായിരുന്നു ഞാൻ തർശീസിലേക്ക് ബന്ധപ്പെട്ട് ഓടിപ്പോയത്. നീ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയമുള്ള ദൈവമായി അനർത്ഥത്തെക്കുറിച്ച് അനുദപിക്കുന്നവനെന്ന് ഞാൻ അറിഞ്ഞു. ആകയാൽ യഹോവേ, എൻ്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ. ജീവിച്ചിരിക്കുന്നതിനേക്കാൾ മരിക്കുന്നത് എനിക്ക് നന്ന് എന്ന് പറഞ്ഞു. നീ കോപിക്കുന്നത് വിഹിതമോ എന്ന് യഹോവ ചോദിച്ചു. ദൈവത്തിന് സ്തോത്രം. നീ കോപിക്കുന്നത് വിഹിതമോ? യോന പ്രവാചകൻ കോപിച്ചു. കുറച്ച് മുൻപ്, ദിവസങ്ങൾ തന്നെ തീർന്നില്ല, ഏതാനും ദിവസം മുൻപ് യോന പ്രവാചകൻ ദൈവസന്നിധിയിൽ സമർപ്പണം എടുത്ത ദൈവവേദിയിലാണ്. എത്ര പെട്ടെന്നാണ് സമർപ്പണത്തിൽ നിന്ന് പുറകോട്ട് മാറിയത്! എത്ര പെട്ടെന്നാണ് വാക്കുവ്യത്യാസം വന്നത്! ദൈവസന്നിധിയിൽ ഉടമ്പടിയെടുത്ത് ദിവസങ്ങൾ പിന്നിട്ടില്ല, യോന പ്രവാചകൻ ദൈവത്തോട് കോപിക്കുകയാണ്. യോന പ്രവാചകന് ഇഷ്ടപ്പെട്ടില്ല. ഇത് അത്യന്തം യോനയ്ക്ക് അനിഷ്ടമായി, അത്യന്തം അനിഷ്ടമായി എന്നാണ് തിരുവചനം പറയുന്നത്. യോനയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. എന്താണ് ഇഷ്ടപ്പെടാത്തത്? ജനം അനുതപിച്ചു, ദൈവം ശിക്ഷിച്ചില്ല. നിനവേ ഉന്മൂലമാകും എന്ന് പ്രസംഗിച്ചു, നിനവേ മുടിഞ്ഞു പോകുമെന്ന് പ്രസംഗിച്ചു, അത് നടന്നില്ല. യോന പ്രവാചകൻ ദൈവത്തിൻ്റെ വചനം പറഞ്ഞെങ്കിലും ദൈവത്തെ അറിഞ്ഞില്ല. ദൈവത്തിൻ്റെ വചനം അറിഞ്ഞു, ദൈവത്തിൻ്റെ വചനം പ്രസംഗിച്ചു, പക്ഷേ ദൈവത്തെ അറിഞ്ഞില്ല. ദൈവം ആരാണെന്നറിഞ്ഞില്ല, ദൈവം സ്നേഹമാണെന്നറിഞ്ഞില്ല, ദൈവം ക്ഷമയാണെന്നറിഞ്ഞില്ല, ദൈവം ക്ഷമിക്കുന്നവനാണെന്നറിഞ്ഞില്ല. യോന പ്രവാചകൻ ദൈവത്തിൻ്റെ വചനം നല്ലപോലെ അറിഞ്ഞു, വചനം പ്രസംഗിച്ചു, ആ പ്രസംഗം പ്രയോജനപ്പെടുകയും ചെയ്തു, പക്ഷേ ദൈവത്തെ അറിഞ്ഞില്ല. യോന പ്രവാചകൻ അയ്യം വിളിച്ച് പ്രാർത്ഥിച്ചില്ലേ മത്സ്യത്തിൻ്റെ വയറ്റിൽ വെച്ച്? പക്ഷേ ആ പ്രാർത്ഥനയിൽ വാസ്തവത്തിൽ ചൈതന്യം ഉണ്ടായിരുന്നു. സ്നേഹിതരെ, നിങ്ങൾ ചിലരെ പ്രാർത്ഥിക്കുമ്പോൾ നല്ല ചൈതന്യമുണ്ട്. നിങ്ങൾ ചിലർ ഒരുപക്ഷെ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, രോഗികൾക്ക് സൗഖ്യം കിട്ടിയെന്ന് വരാം. നിങ്ങൾ ചിലർ പരീക്ഷ പാസ്സാകാൻ വേണ്ടി പ്രാർത്ഥിച്ചു, ദൈവം പരീക്ഷ പാസ്സാക്കി തന്നു. നിങ്ങൾ ചിലരെ ജോലിക്ക് വേണ്ടി അപേക്ഷിച്ചു, ദൈവം ജോലി തന്നു. നിങ്ങൾ ചിലർ രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു, ദൈവം രോഗസൗഖ്യം തന്നു. ദൈവം കരുണയുള്ളവനാണ്, ദൈവം കരുണയോടെ പ്രാർത്ഥന കേട്ടു. ചില ആവശ്യങ്ങൾ വന്നപ്പോൾ നിങ്ങൾ ഉള്ളു നൊന്ത് കരഞ്ഞ് പ്രാർത്ഥിച്ചു, ദൈവം പ്രാർത്ഥന കേട്ടു. പക്ഷേ നിങ്ങളുടെ സ്വഭാവം മാറിയില്ല, ദൈവത്തെ തിരിച്ചറിഞ്ഞില്ല. യോന പ്രവാചകൻ, പ്രിയപ്പെട്ടവരെ, നമുക്ക് വലിയ പാഠം തരുന്നുണ്ട്. യോന പ്രവാചകൻ തരുന്ന ഏറ്റവും വലിയ പാഠം, യോന പ്രവാചകൻ ദൈവത്തെ അറിഞ്ഞില്ല, ദൈവം സ്നേഹമാണെന്നറിഞ്ഞില്ല. ദൈവത്തിൻ്റെ വചനമറിഞ്ഞു, വചനം പഠിച്ചു. ഇന്ന് വചനം പറയുന്ന അനേകം ആളുകൾ വചനം പറയുന്നവരാണ്, സുന്ദരമായി പ്രസംഗിക്കുന്നവരാണ്. ദൈവത്തിൻ്റെ കൃപയാൽ അവർക്ക് ദൈവത്തിൻ്റെ വചനം പറയാനുള്ള ഒരു സിദ്ധി ദൈവം കൊടുത്തിട്ടുണ്ട്, ഒരു താലന്ത് ദൈവം കൊടുത്തിട്ടുണ്ട്. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മർമ്മങ്ങളിലേക്ക് ഊളിയിട്ടിറങ്ങിച്ചെല്ലുവാനുള്ള കൃപ ദൈവം കൊടുത്തിട്ടുണ്ട്, അനുഗ്രഹം ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ദൈവത്തെ അറിയുന്നില്ല, ദൈവത്തെ അറിഞ്ഞില്ല. ദൈവം സ്നേഹമാണെന്നറിഞ്ഞില്ല, ദൈവം ക്ഷമിക്കുന്നവനാണെന്നറിഞ്ഞില്ല, ദൈവം അകൃത്യം ക്ഷമിക്കുന്നവനാണെന്ന് അറിഞ്ഞില്ല. യോന പ്രവാചകൻ ദൈവത്തെ അറിയേണ്ടതുപോലെ അറിഞ്ഞില്ല, ദൈവ സ്നേഹം അറിഞ്ഞില്ല, ദൈവത്തിൻ്റെ സ്നേഹം കണ്ടില്ല, ദൈവത്തിൻ്റെ സ്വഭാവം അറിഞ്ഞില്ല. സഹോദരങ്ങളെ, ഞാൻ ആശയോടെ പറയട്ടെ, നിങ്ങൾ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ നിങ്ങൾ ദൈവത്തെ ഒന്ന് തിരിച്ചറിയാനിടയാകുക. കർത്താവേ, ഞാൻ കുറേയേറെ വേദവാക്യങ്ങൾ കാണാതെ പഠിച്ചു, കുറേയേറെ കാര്യങ്ങൾ ഞാൻ ഗ്രഹിച്ചു, പക്ഷേ ഞാൻ ഇപ്പോഴും ദൈവത്തെ അറിയേണ്ടതുപോലെ അറിഞ്ഞില്ലല്ലോ. ദൈവത്തെ അറിയേണ്ടതുപോലെ അറിയുക. വാച്ച്മാൻ നീ എന്ന് പറയുന്ന ഒരു ദൈവദാസൻ ഒരു ചെറിയ പുസ്തകം എഴുതിയിട്ടുണ്ട്, ടു നോ ഗോഡ്, ദൈവത്തെ അറിയുക എന്നാണ്. മലയാളത്തിലുണ്ട് ആ പുസ്തകം, ദൈവത്തെ അറിയുക. ആ ചെറിയ പുസ്തകം വായിച്ചപ്പോൾ എനിക്ക് വളരെ എന്നിൽ തന്നെ അങ്ങ് ചുരുങ്ങാൻ തോന്നിപ്പോയി. എനിക്ക് മനസ്സിലായി, ഞാൻ ദൈവത്തെ അറിയേണ്ടതുപോലെ അറിഞ്ഞിട്ടില്ലല്ലോ എന്ന്. വളരെ ചെറിയൊരു പുസ്തകമാണ്, വാച്ച്മാൻ എഴുതിയ പുസ്തകം. ദൈവത്തെ അറിയുക, നോയിങ് ഗോഡ്, ദൈവത്തെ അറിയുക എന്ന് പറയുന്നത് അത്ര ചെറിയ കാര്യമല്ല. ദൈവത്തിൻ്റെ സ്വഭാവം അറിയുക. ദൈവം ആരാണ്? പഴയ നിയമകാലത്ത് ദൈവത്തെ അറിയുന്ന മനുഷ്യൻ അറിയുന്നത് ദൈവം ക്രൂരനായിട്ടാണ്,
ദൈവം ഭയങ്കരനായിട്ടാണ്, ദൈവം കഠിനനായിട്ടാണ്, എപ്പോഴും കോപിച്ച് മനുഷ്യനെ ശിക്ഷിക്കാൻ നിൽക്കുന്ന ഒരു ഉഗ്രമൂർത്തിയായിട്ടാണ് അറിയുന്നത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, സാക്ഷാൽ ദൈവം ആരാണെന്ന് ദൈവം തന്നെ വെളിപ്പെടുത്തി തന്നു. അതാണ് കർത്താവായ യേശു ക്രിസ്തു. ദൈവം ആരാണെന്ന് ദൈവം തന്നെ വെളിപ്പെടുത്തി. ചരിത്രത്തിൻ്റെ ഒരു പ്രത്യേക നിമിഷത്തിൽ, കാലത്തിൻ്റെ ഒരു പ്രത്യേക ഘട്ടത്തിൽ, ലോകത്തിൻ്റെ ഒരു പ്രത്യേക ഭാഗത്ത് കർത്താവായ യേശു ക്രിസ്തു തിരുവവതാരം ചെയ്തു. കരുണയുള്ള കർത്താവ് ലോകചരിത്രത്തിൽ കാലത്തെ രണ്ടായി വകഞ്ഞു മാറ്റിക്കൊണ്ട് ക്രിസ്തുവിനെ കേന്ദ്രീകരിച്ച് BC എന്നും AD എന്നും കാലത്തെ വകഞ്ഞു മാറ്റിക്കൊണ്ട് യേശു ക്രിസ്തു കാലത്തിൻ്റെ മധ്യത്തിൽ ചവിട്ടി നിന്നു. ദൈവത്തിന് സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തു ആരും ഒരിക്കലും സംസാരിച്ചിട്ടില്ലാത്തതുപോലെ സംസാരിച്ചു, ആരും ഒരിക്കലും ജനിച്ചിട്ടില്ലാത്തതുപോലെ ജനിച്ചു, ആരും ഒരിക്കലും പ്രവർത്തിച്ചിട്ടില്ലാത്തതുപോലെ പ്രവർത്തിച്ചു, ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത കഴുതക്കുട്ടിമേൽ കയറി, ആരും ഒരിക്കലും വിസ്തരിക്കപ്പെടാത്തതുപോലെ വിസ്തരിക്കപ്പെട്ടു, ആരും ഒരിക്കലും മരിക്കാത്തതുപോലെ മരിച്ചു, ആരെയും ഒരിക്കലും വെച്ചിട്ടില്ലാത്ത കല്ലറയിൽ അടക്കം ചെയ്തു, ആരും ഒരിക്കലും ഉയർത്തിട്ടില്ലാത്ത വിധത്തിൽ കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. ആരും ഒരിക്കലും നനച്ചിരിയാത്ത സമയത്ത് യേശു ക്രിസ്തു വീണ്ടും വരും. ഈ യേശു ആരാണ്? നിത്യനായ ദൈവം തന്നെ വെളിപ്പെടുത്തി. നിത്യനായ ദൈവം സ്നേഹമാണെന്നും, നിത്യനായ ദൈവം ക്ഷമിക്കുന്നവനാണെന്നും, നിത്യനായ ദൈവം കരുണയാണെന്നും, പാപിയെ സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ അനന്തമോഹനമായ ലീലാവിലാസം എന്താണെന്നും യേശു ക്രിസ്തു വെളിപ്പെടുത്തി. വാത്സല്യത്തിന് തികബന്ധം എന്ന് യേശു ക്രിസ്തു കാണിച്ചു തന്നു. ആ സ്നേഹം നമ്മുടെ മധ്യത്തിൽ പകരാൻ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഓരോരുത്തരായിരിക്കുന്ന ഈ പ്രായത്തിൽ ക്രിസ്തു നിങ്ങളെ കടന്നു പിടിച്ചു. ഇത്രയും കാലം ക്രിസ്തു ക്ഷമയോടെ നിങ്ങൾ പിന്നാലെ നടന്നു. ഒരു ബദ്ധപ്പാട് നമ്മുടെ കർത്താവ് കാണിച്ചില്ല. എനിക്കറിയാം, നല്ലതുപോലെ അറിയാം, കർത്താവ് ഒരു ധൃതഗതിയും കാണിച്ചില്ല. വളരെ ശാന്തമായും സൗമ്യമായും സാവധാനമായും ക്ഷമയോടും കർത്താവ് പിന്നാലെ നടന്നു. പറയില്ലേ, കാല് വളരുന്നോ കൈ വളരുന്നോ എന്ന് നോക്കി വളർത്തിയെന്ന്. അതുപോലെ ഓരോ ചുവടും നാം വയ്ക്കുന്നത് കണ്ട് ഓരോരുത്തരെയും യേശു വളർത്തി കൊണ്ടുവന്നു. നിങ്ങളാരും നിസ്സാരരല്ല പ്രിയപ്പെട്ടവരെ, നിങ്ങളാരും വിലകെട്ടവരല്ല. നിങ്ങൾ ഓരോരുത്തരും വിലയേറിയവരാണ്. സ്നേഹിതരെ, നിങ്ങളോട് പറയട്ടെ, മകനെ നിന്നോട് പറയട്ടെ, നീ വിലയേറിയവനാണ്. ജീവനുള്ള ദൈവത്തിൻ്റെ സന്നിധിയിൽ നീ വിലപ്പെട്ടവനാണ്. മകളെ നിന്നോട് പറയട്ടെ, നീ വിലയേറിയവളാണ്. ദൈവം നിന്നെ കണ്ടു, ദൈവം നിന്നെ സ്നേഹിച്ചു. ദൈവം വളരെ സാവധാനത്തിൽ നിൻ്റെ പിന്നാലെ വന്ന് ഒരു നല്ല സമയത്ത്, ഏറ്റവും ഉചിതമായൊരു സമയത്ത് അവിടുന്ന് നിന്നെ കയറിപ്പിടിച്ചു. ആ ആണിപ്പാടുള്ള കരം നിന്നെ പിടിച്ചു. ആ കരം നിന്നെ പിടിച്ച് നിന്നെ ഉയർത്തി. നീ അറിഞ്ഞില്ല നീ ആഴമുള്ള കുഴിയിലായിരുന്നു എന്ന്. നീ അറിഞ്ഞില്ല നീ കുഴഞ്ഞ സേറ്റിലായിരുന്നു എന്ന്. നീ അറിഞ്ഞില്ല നീ തെറ്റായ പന്ഥാവിലൂടെ പോവുകയായിരുന്നു എന്ന്. എന്നാൽ ദൈവവേദിയിലെ നിത്യനായ ദൈവം നിന്നെ ചേർത്തണച്ചു. അവൻ നിന്നെ ഉയർത്തിയെടുത്തു. നിൻ്റെ ചെളി അവൻ കഴുകിക്കളഞ്ഞു. നിൻ്റെ വസ്ത്രം അവൻ മാറ്റി വസ്ത്രം നിന്നെ ധരിപ്പിച്ചു. അവൻ നിന്നെ തോളിലേറ്റി. പരിക്ക് പറ്റിയ ആടിനെ തോളിലേറ്റിക്കൊണ്ട് വരുന്നത് പോലെ ക്രിസ്തു നിങ്ങളെ തോളിലേറ്റിക്കൊണ്ട് വന്നു. ഇന്നും അവൻ തോളിലും താഴെ ഇറക്കി വെച്ചിട്ടില്ല. മകനെ നിനക്കറിയാമോ, അവൻ നിന്നെ തോളിലും താഴെ ഇറക്കി വെച്ചിട്ടില്ല. മകളെ നിനക്കറിയാമോ, അവൻ നിന്നെ തോളിലും താഴെ ഇറക്കി വെച്ചിട്ടില്ല. അവൻ നിന്നെ ചുമക്കുകയാണ്, അവൻ നിന്നെ വഹിക്കുകയാണ്, അവൻ നിന്നെ പൊറുക്കുകയാണ്, അവൻ നിന്നെ സഹിക്കുകയാണ്. ഓ, ആ സ്നേഹം എത്ര നിസ്തുല സ്നേഹമാണ്. ആ കരുണ എത്ര അപാരമായ കരുണയാണ്. ആ സ്നേഹം എത്ര നിർവ്യാജമായ സ്നേഹമാണ്. ആ സ്നേഹം അതുല്യ സ്നേഹം. ആ സ്നേഹം അപ്രതിമ സ്നേഹം. ആ സ്നേഹം കുരിശിലെ സ്നേഹം. ആ സ്നേഹം വ്യവസ്ഥയില്ലാത്ത സ്നേഹം. ആ സ്നേഹം ഏവരെയും കരുതുന്ന സ്നേഹം. ആ സ്നേഹം നമ്മുടെ ആത്യന്തിക നന്മ ആഗ്രഹിക്കുന്ന സ്നേഹം. ആ സ്നേഹം നമ്മെ സൗഖ്യമാക്കുന്ന സ്നേഹം. ആ സ്നേഹം നമുക്ക് സ്വർഗം തുറന്നു തരുന്ന സ്നേഹം. ആ സ്വർഗീയ സ്നേഹം നമ്മെ വശീകരിക്കുന്ന സ്നേഹം. ആ സ്നേഹം നമ്മെ വലയം ചെയ്യുന്ന സ്നേഹം. ആ സ്നേഹമാണ് പ്രിയരെ നിങ്ങളുടെ ചുറ്റും ഇപ്പോൾ അലയടിച്ചു കൊണ്ടിരിക്കുന്നത്. ആ സ്നേഹത്തിൻ്റെ അനുരണനമാണ് നിങ്ങളുടെ ഹൃദയങ്ങളിൽ മാറ്റൊലിക്കൊണ്ടുകൊണ്ടിരിക്കുന്നത്. ആ
സ്നേഹത്തിൻ്റെ ശബ്ദമാണ് നിങ്ങളുടെ കാതുകളിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നത്. ആ സ്നേഹമാണ് നിങ്ങളെ സ്പർശിക്കുന്നത്. മകനെ, ആ സ്നേഹത്തിൻ്റെ കരമാണ് നിന്റെ തലമേൽ വെക്കുന്നത്. ആ സ്നേഹത്തിൻ്റെ കരമാണ് മകളെ നിന്നെ തലോടിക്കൊണ്ടിരിക്കുന്നത്, നിന്നെ തഴുകിക്കൊണ്ടിരിക്കുന്നത്. ആ സ്നേഹത്തിൻ്റെ കരമാണ് നിന്റെ കണ്ണുനീര് തുടയ്ക്കുന്നത്. ഇന്ന് നീ വാക്കുകളെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആ സ്നേഹത്തിൻ്റെ കരത്തിലേക്ക് നിന്നെ കൊടുക്കുവീൻ. നീ ഇതുവരെയും ദൈവത്തെ അറിഞ്ഞില്ല, ദൈവത്തെ കണ്ടില്ല, ദൈവം ആരെയും തിരിച്ചറിഞ്ഞില്ല. പക്ഷേ ദൈവം നിന്നെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു. ദൈവം നിന്നെ അറിയുന്നു. ദൈവം നിന്നെ നല്ലതുപോലെ അറിയുന്നു. സ്തോത്രം. ദൈവത്തിന് നിന്നെ നല്ലതുപോലെ അറിയാം. അവൻ നമ്മുടെ പ്രകൃതി അറിയുന്നുവല്ലോ, നാം പൊടി എന്ന് അവൻ ഓർക്കുന്നു. തിരുവചനം അങ്ങനെയാണ് പറയുന്നത്. അവൻ നമ്മുടെ പ്രകൃതി അറിയുന്നുവല്ലോ, നാം പൊടി എന്നവൻ ഓർക്കുന്നു. 103 സങ്കീർത്തനത്തിൽ ദാവീദ് അങ്ങനെയാണ് പാടുന്നത്. നമ്മുടെ പ്രകൃതി അറിയുന്നു, അവൻ നമ്മുടെ പ്രകൃതി അറിയുന്നുവല്ലോ, നാം പൊടി എന്നവൻ ഓർക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്കറിയാമോ, 51 സങ്കീർത്തനം ദാവീദിൻ്റെ അനുതാപത്തിൻ്റെ സങ്കീർത്തനമാണ്. അനുതാപത്തിൻ്റെ കരച്ചിലാണ്, കണ്ണുനീരോടെയുള്ള പ്രാർത്ഥനയാണ് 51 സങ്കീർത്തനം. നിങ്ങൾക്കറിയാമോ, ഈ 51 സങ്കീർത്തനത്തിന് ശേഷമാണ് ദാവീദിൻ്റെ വലിയ സങ്കീർത്തനങ്ങളെല്ലാം എഴുതപ്പെട്ടത്. ഇത്രയും കൊടിയ പാപത്തിൽ വീണ് പോയ ദാവീദിൻ്റെ ഏറ്റവും വലിയ സങ്കീർത്തനങ്ങൾ അനുതാപ പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് ഉണ്ടായത്. എൻ്റെ കർത്താവിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ദാവീദിൻ്റെ ആ 51 സങ്കീർത്തനത്തിലെ അനുതാപ പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് ദാവീദിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സംഭവങ്ങളുണ്ടായത്, ശ്രദ്ധേയ സംഭവങ്ങളുണ്ടായത്. ഇതുവരെയുള്ള ജീവിതത്തിൽ നിങ്ങൾക്ക് എന്തെല്ലാം പാകപ്പിഴ വന്നിട്ടുണ്ടോ, ഇതുവരെയുള്ളതിനേക്കാൾ മികച്ച ജീവിതം നിങ്ങൾക്ക് തരുവാൻ ദൈവത്തിന് കഴിയും. ഇതുവരെ നിങ്ങൾക്കുണ്ടായിരുന്നതിനേക്കാൾ മികവേറിയ ജീവിത തോതുകളിലേക്ക് നിങ്ങൾ ഉയർത്താൻ ദൈവത്തിന് കഴിയും. ഇനിയും നിങ്ങൾക്ക് വളരാം, ഇനിയും നിങ്ങൾക്ക് ഉയരാം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ തളർന്നിരിക്കരുത്, നിങ്ങൾ വാടിയിരിക്കരുത്, നിങ്ങൾ മുഖം താണിരിക്കരുത്. ഞാൻ പാപത്തിൽ വീണുപോയല്ലോ, ഞാൻ തെറ്റിപ്പോയല്ലോ. പ്രിയനെ, നീ നിരാശപ്പെട്ടിരിക്കരുത്. മകളെ, നീ അവശയായിരിക്കരുത്. നിൻ്റെ ജീവിതത്തിൽ ഇനിയും വളരെ ശ്രേഷ്ഠമായ കുറേ കൂടി നല്ലതായ കാലങ്ങൾ ഒരുപക്ഷേ നിൻ്റെ വാർദ്ധക്യത്തിലായിരിക്കും. നിൻ്റെ ശ്രേഷ്ഠമായ കാലങ്ങൾ ഇനി നിനക്ക് വരാനിരിക്കുന്നേ ഉള്ളൂ. നീ സംശയിക്കരുത്, നീ മടിച്ചിരിക്കരുത്, നീ തളർന്നിരിക്കരുത്, നീ വാടിയിരിക്കരുത്. ദൈവസ്നേഹം നിന്നെ ഓരോരുത്തരെയും ഇപ്പോൾ വിളിച്ചുണർത്തുകയാണ്. ദൈവത്തിന് സ്തോത്രം. യോനാ പ്രവാചകൻ ദൈവത്തെ അറിഞ്ഞില്ല, ദൈവ സ്വഭാവം അറിഞ്ഞില്ല. യോനാ പ്രവാചകൻ ഏതാനും ദിവസം മുമ്പെടുത്ത് മത്സ്യത്തിൻ്റെ വയറ്റിൽ വെച്ചെടുത്ത സമർപ്പണങ്ങൾക്ക് മറന്നുപോയി. എത്ര പെട്ടെന്നാണ് മറന്നുപോയത്? അതെന്താ പറ്റിയത്? ഇത്ര പെട്ടെന്ന് മറക്കാനോ? അല്ലേ, ശരിയല്ലേ? നമ്മൾ പലരും പല സമർപ്പണങ്ങളും മറന്നുപോയില്ലേ? നിങ്ങൾ ദൈവത്തോട് പറഞ്ഞ പല വാക്കുകൾ നിങ്ങൾ മറന്നുപോയില്ലേ? നിങ്ങൾ പറഞ്ഞു വരല്ലേ, ഇനി മൂക്കിൽ ജീവശ്വാസമുള്ള കാലത്തോളം അശുദ്ധി എന്നെ തൊടുകയില്ല എന്ന് പറഞ്ഞവരിവിടെ ഇരിപ്പില്ലേ? ഞാൻ നിങ്ങളോട് കൈ ഉയർത്താനൊന്നും പറയുന്നില്ല. ജീവിതത്തിൽ മൂക്കിൽ ജീവശ്വാസമുള്ള കാലത്തോളം ഇനി ഞാൻ കോപിക്കുകയില്ല എന്ന് പറഞ്ഞവരുടെ ഇരിപ്പില്ലേ? ദൈവത്തിന് സ്തോത്രം. ഇനി മൂക്കിൽ ജീവശ്വാസമുള്ള കാലത്തോളം ഇനി ഞാൻ അഹങ്കരിക്കുകയില്ല, സ്വയത്തിന് ഞാൻ ഇടം കൊടുക്കുകയില്ല എന്ന് പറഞ്ഞവരില്ലേ? ദൈവത്തിന് സ്തോത്രം. ഇനി അശുദ്ധിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരിടം കിട്ടുകയില്ല എന്ന് ദൈവത്തോട് വാക്ക് പറഞ്ഞവരില്ലേ? ഇനി മദ്യം എന്നെ വശീകരിക്കുകയില്ല, തീർച്ച മദ്യത്തോട് ഞാൻ എന്നെന്തെങ്കിലും യാത്ര പറഞ്ഞു എന്ന് പറഞ്ഞവരില്ലേ? മകനെ, നീ അത് മറന്നല്ലോ. പക്ഷേ ഒന്ന് ഞാൻ നിന്നോട് പറയാം, എൻ്റെ കർത്താവ് മറന്നിട്ടില്ല, സ്വർഗത്തിലെ ദൈവം മറന്നിട്ടില്ല. ദൈവം അത് കുറിച്ച് വെച്ചിരിക്കുകയാണ്. നീ പറഞ്ഞ വാക്ക് നിറവേറുന്നത് കാണാൻ കർത്താവ് കൊതിച്ച് നിൽക്കുകയാണ്. യോനാ പ്രവാചകൻ ദൈവത്തോട് വാക്ക് പറഞ്ഞു, നേർന്നിരിക്കുന്നത് ഞാൻ നിവർത്തിക്കുമെന്ന് പറഞ്ഞു. പക്ഷേ യോനാ പറഞ്ഞത് മറന്നുപോയി. പക്ഷേ ദൈവം മറന്നില്ല. യോനാ കോപിക്കുകയാണ്. 4-ാം അധ്യായം, യോനാ പ്രവാചകൻ്റെ പുസ്തകം 4-ാം അധ്യായം, ഒരു ഹെഡിങ് വേണമെങ്കിൽ കൊടുക്കാം: സെൽഫ് സെൻറ്റേഡ്നെസ്, സ്വയകേന്ദ്രീകൃത ജീവിതം. സെൽഫ് സെൻറ്റേഡ്നെസ്. പ്രവാചകൻ സെൽഫിൻ്റെ അടിമയായിപ്പോയി. ദൈവദാസൻ ഈഗോയുടെ അടിമയായിപ്പോയി. ദൈവത്തിൻ്റെ പ്രവാചകൻ ഈഗോ വിട്ടുമാറാത്തൊരു മനുഷ്യനായിരുന്നു. പ്രവചനം പറഞ്ഞു, അനുഗ്രഹമായി. പക്ഷേ ഈഗോ മാറിയില്ല. സ്വന്തം ചില ശരികളിൽ കടിച്ചു തൂങ്ങി നിൽക്കുന്നു, സ്വന്തം ചില ശരികളിൽ ഉറച്ചു നിൽക്കുന്നു, സ്വന്തം കാഴ്ചപ്പാടിൽ നിൽക്കുന്നു. അത് മാറാൻ മനസ്സില്ല. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം, ലളിതമായി പറഞ്ഞു തരാം. ഒരളവിൽ എൻ്റെ ഈ അനുഭവത്തോട് ചേർത്ത പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് ഒരിക്കലും കടുംപിടുത്തം പാടില്ല. ഞാൻ ഈ പറഞ്ഞതൊക്കെ മുഴുവൻ അതങ്ങനെ തന്നെ എന്ന് കടുംപിടുത്തം പാടില്ല. മാറണോ? റെഡി, ഞാൻ റെഡിയാണ്. എൻ്റെ ചിന്താഗതി മാറ്റണോ? ഞാൻ റെഡിയാണ്. ഇതായിരിക്കട്ടെ നിങ്ങളുടെ സമർപ്പണം. എൻ്റെ ചിന്താഗതികൾ ഇപ്പോൾ ഞാൻ ശരിയെന്ന് ഞാൻ വിചാരിക്കുന്നത് 100% ശരിയാണ് എന്ന്
ദൈവത്തിൻ്റെ ആത്മാവ് എനിക്ക് മുദ്ര വെച്ച് തന്നാൽ ഞാൻ സ്വീകരിക്കാം. അല്ലേ? മാറ്റണമോ? കർത്താവേ, നീ എനിക്ക് മാറ്റി തരിക, എനിക്ക് നീ മനസ്സിലാക്കി തരിക, ഞാൻ മാറിക്കൊള്ളാം. ഏതെങ്കിലും ദൈവവൈദ്യത്തിൽ കൂടി എനിക്ക് മനസ്സിലാക്കി തരിക, വചനത്തിൽ കൂടി നീ എനിക്ക് മനസ്സിലാക്കി തരിക, ഞാൻ മാറിക്കൊള്ളാം. ദൈവത്തിന് സ്തോത്രം. അല്പം ബാലിശമായൊരു കാര്യം ഞാൻ പറയാം, അല്പം ബാലിശമായിട്ട്. ഞാൻ മാനസാന്തരപ്പെട്ട ആദ്യകാലത്ത് വെള്ള വസ്ത്രമേ ധരിക്കാവൂ നിർബന്ധമുണ്ടായിരുന്നു. ഞാനിപ്പോഴും നിവൃത്തിയുള്ളിടത്തും വെള്ള വസ്ത്രം ധരിക്കുന്നത് എനിക്കതാണ് ഇഷ്ടം. പക്ഷേ ഇപ്പോഴെൻ്റെ ചിന്താഗതി അങ്ങനെയല്ല. ആർക്കെങ്കിലുമൊക്കെ കളർ ഷർട്ട് ഇടണോ ഇട്ടോട്ടെ, ചെക്ക് ഷർട്ട് ഇടണോ ഇട്ടോട്ടെ. അന്ന് ആദ്യകാലത്തൊക്കെ ഞാൻ എൻ്റെ മക്കൾക്ക് കളർ ഷർട്ട് മേടിച്ച് കൊടുക്കൂ. അവർക്കത് ഇഷ്ടമല്ല, അവർ കളർ ഷർട്ടൊക്കെ വേണം, ചെക്ക് ഷർട്ട് വേണം എന്നൊക്കെ പറയും. ഞാൻ സമ്മതിച്ചിട്ടില്ല. കാരണം ഞാൻ കടുംപിടുത്തമാണ്. കടുംപിടുത്തം മറ്റൊന്നുകൊണ്ടല്ല, എൻ്റെ ഒരു ധാരണ അങ്ങനെയാണ്, അന്നത്തെ ധാരണ. പക്ഷേ ഈ ആത്മീയ ചിന്താഗതികൾ കുറച്ചുകൂടി വിശാലമായപ്പോൾ ഈ പുറമേയുള്ള ഷർട്ടിലൊക്കെ എന്ത് കാര്യം, പുറമേയുള്ള വേഷത്തിലെന്ത് കാര്യം? ഏത് ഷർട്ട്, വെള്ള ഷർട്ടാണോ കളർ ഷർട്ടാണോ ഇട്ടതെന്ന് പോലും ചിന്തിക്കാത്ത രീതിയിലുള്ളതായൊരു മനോഭാവത്തിലേക്ക് വളരേണ്ടതാണല്ലോ എന്നുള്ള ഒരു നല്ല കാഴ്ചപ്പാട് കർത്താവ് എനിക്ക് തന്നു. അതുപോലെ ഒരുപക്ഷെ വളരെ ബാലിശമെന്ന് തോന്നാം, ഞാൻ ഈ ആഭരണം ധരിക്കുക എന്നൊക്കെ പറയുന്നതൊന്നും പാടില്ല എന്ന് ചിന്താഗതിയുള്ള ആളായിരുന്നു. എന്നാൽ വേറെ ആരോടും ആഭരണം ധരിക്കേണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ എന്നെ സംബന്ധിച്ചും എൻ്റെ വീട്ടിലുള്ളവരെ സംബന്ധിച്ചും ആഭരണം വേണ്ട എന്നുള്ളതിൽ എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്ന ഒരു സമയത്ത്. എന്നാൽ കാലങ്ങൾ മുന്നോട്ട് പോയി, ഒരു കഷ്ടിച്ചൊരു താലിമാലി ആയിക്കൊള്ളട്ടെ, ഒരു മോതിരമായി, വിവാഹമോതിരം ആയിക്കൊള്ളട്ടെ, എന്തിനാണ് വേണ്ടെന്ന് വയ്ക്കുന്നത്? പിന്നെ സ്വന്തം ശരീരം സൂക്ഷിക്കാൻ, ആരോഗ്യം സൂക്ഷിക്കാൻ കഴിയുമെങ്കിൽ ആഭരണം അയക്കുമോ? പക്ഷേ ആഭരണം ഇടുന്നത് ശരീരത്തിന് നല്ലതല്ല. കാരണം വല്ല കള്ളന്മാരും ഉപദ്രവിക്കും, മനുഷ്യർ ഉപദ്രവിക്കും. അതുകൊണ്ട് ആഭരണം വേണ്ടാന്ന് വയ്ക്കൂ. ഇത്രയേ ഉള്ളൂ. ആഭരണം ധരിക്കാനുള്ളവർ ധരിക്കട്ടെ, ഇല്ലാത്തവർ ധരിക്കേണ്ട. ധരിച്ചു എന്നുള്ളത് മേന്മയല്ല, ധരിച്ചില്ല എന്നുള്ളത് പോരായ്മയല്ല. ഇന്ന് അത് വിശാലമായ ആശയഗതിയിലേക്ക് മാറി. ഞാൻ പറയുന്നത് ഇത് തന്നെ ശരിയെന്ന് കടുംപിടുത്തത്തിൽ പിടിച്ചു നിൽക്കാൻ എനിക്ക് താല്പര്യമില്ല. ഞാൻ പറയട്ടെ, ദൈവത്തിൻ്റെ മക്കളെപ്പോഴും ആശയഗതികളിൽ സ്വന്തമായിട്ടുള്ള ചില ധാരണകൾ തിരുത്താൻ മനസ്സുള്ളവരായിരിക്കണം. ശരിയായ കാര്യങ്ങൾ വരുമ്പോൾ തെറ്റായ ആശയഗതികൾ തിരുത്താൻ മനസ്സുള്ളവരായിരിക്കണം. ആശയഗതികൾ തിരുത്താൻ സാധിക്കുക. ഞാൻ പറഞ്ഞതിൻ്റെ പൊരുൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പ്രിയപ്പെട്ടവരെ, യോനാ പ്രവാചകൻ്റെ ചിന്താഗതി അത് കടുംപിടുത്തമായിരുന്നു, സെൽഫായിരുന്നു, ഇഗോ ആയിരുന്നു. യോനയുടെ ചിന്താഗതിയുണ്ട്, ഞാൻ പ്രസംഗിക്കുമ്പോൾ ജനം അനുദപിക്കും, ജനം അനുദപിക്കുമ്പോൾ അവർക്ക് ശിക്ഷ കിട്ടില്ല, അപ്പോൾ എൻ്റെ പ്രസംഗം മോശമായി, ഞാൻ പറഞ്ഞതുപോലെ നടക്കില്ല, എനിക്ക് പോരായ്മ വന്നു, എൻ്റെ വില കുറഞ്ഞു പോകും, അതുകൊണ്ട് ഞാൻ പ്രസംഗിക്കില്ല. അങ്ങനെയാണ് പോകാതിരുന്നത്. അതാണ് ഇപ്പോഴും പറയുന്നത്. അപ്പോൾ അന്നത്തെ ആ ചിന്താഗതി മാറിയില്ല. മത്സ്യം വിഴുങ്ങിയെങ്കിലും, അന്ന് പുതിയ സമർപ്പണം എടുത്തെങ്കിലും, പക്ഷേ ആശയഗതിയിൽ മാറ്റം വന്നിട്ടില്ല. ഇപ്പോഴും ആശയം നിൽക്കുകയാണ്. അതാണ് പറഞ്ഞത്. ജനത്തിന് ശിക്ഷ വന്നില്ല എന്ന് കണ്ടപ്പോൾ യോനയ്ക്ക് അത്യന്തം അനിഷ്ടമായി. അവന് കോപം വന്നു. ദൈവപുരുഷൻ കോപിക്കുക. ആരോടാ കോപിക്കുന്നത്? ആരോടാ? ദൈവത്തോടാണ് കോപിച്ചത്. എന്നെ എന്തിനാ അയച്ചത്? എന്നെക്കൊണ്ട് ഈ വചനം പറയിപ്പിച്ചെന്തിനാണ്? ദൈവത്തോട് കോപം. നമുക്കിത് കേൾക്കുമ്പോൾ തോന്നും, അയ്യോ, ഞാൻ കോപിക്കില്ല ദൈവത്തോട്. പ്രിയപ്പെട്ടവരെ, കേൾക്കൂ. നിങ്ങൾ അനേകം പേര് ദൈവത്തോട് പരിഭവിക്കുന്നവരാണ്, അനേകം പേര് ദൈവത്തോട് കോപിക്കുന്നവരാണ്. എനിക്കെന്താ ഇങ്ങനെ വന്നത്? എനിക്കെന്താ ഈ ദുരിതം വന്നത്? എന്നെ ദൈവം നോക്കാത്തത് എന്താണ്? എൻ്റെ കഷ്ടത കർത്താവ് മാറ്റാത്തത് എന്താണ്? എനിക്കെന്താ സൗന്ദര്യം കിട്ടാഞ്ഞത്? എനിക്കെന്താണ് ആരോഗ്യമില്ലാത്തത്? എനിക്ക് ചികിത്സ വലിക്കാത്തത് എന്താണ്? എനിക്കെന്താ വരുമാനം ഇല്ലാത്തത്? എനിക്കെന്താ ഇത്രയും കടം വന്ന് കയറിയത്? എൻ്റെ ഭാര്യ എന്താ ഇതിങ്ങനെ കോപിഷ്ഠയായി തീർന്നത്? എൻ്റെ ഭർത്താവ് എന്താ ഇങ്ങനെ മദ്യപിച്ച് ലഹള വയ്ക്കുന്നതിനായി തീർന്നത്? എൻ്റെ മക്കൾ എന്താണ് ചുമതലാബോധമില്ലാത്തവരായി തീർന്നത്? ദൈവം എന്താണ് എൻ്റെ കുടുംബത്തിലെ കാര്യം അന്വേഷിക്കാത്തത്? പല ചോദ്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ട്. ദൈവത്തെ ചോദ്യം ചെയ്യുന്നു, ദൈവത്തോട് പരിഭവിക്കുന്നു, ദൈവത്തോട് അനിഷ്ടം ഭാവിക്കുന്നു, ഈഗോ അകത്ത് നിൽക്കുന്നു. നിരാശ വരുന്നതിൻ്റെ പിന്നിൽ പോലും ഈഗോയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. കോപം വരുന്നതിൻ്റെ പിന്നിൽ പോലും ഈഗോയാണ്. ഈഗോ, അഹങ്കാരം, ഈഗോ, ഞാൻ, സ്വയം. വായിക്കൂ, 4-ാം അധ്യായം 1-ാം വാക്യം മുതൽ ഒന്നുകൂടെ വായിക്കാം. യോനായ്ക്കത് അത്യന്തം അനിഷ്ടമായി, അവന് കോപം വന്നു. അവൻ യഹോവയോട് പ്രാർത്ഥിച്ചു, അയ്യോ യഹോവേ, ഞാൻ എൻ്റെ ദേശത്തായിരുന്നപ്പോൾ ഞാൻ പറഞ്ഞ വാക്ക് ഇത് തന്നെയല്ലയോ? അതുകൊണ്ടായിരുന്നു ഞാൻ തർശീശിലേക്ക് ബന്ധപ്പെട്ട് ഓടിപ്പോയത്. നീ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദൈവമുള്ള ദൈവമായി അനർത്ഥത്തെക്കുറിച്ച് അനുദപിക്കുന്നവനെന്ന് ഞാൻ അറിഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ദൈവം ഇങ്ങനെയുള്ളവനാണെന്ന് ഞാൻ അറിഞ്ഞു എന്നാണ് യോന പറയുന്നത്. ശരിയാണ്.
ദൈവം അനർത്ഥത്തെക്കുറിച്ച് അനുഭവിക്കുന്നവനാണ്, ദൈവം ക്ഷമിക്കുന്നവനാണെന്ന് ഞാൻ അറിഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ പ്രസംഗിക്കാൻ പോകാഞ്ഞത്. എനിക്ക് എൻ്റേതായ ഒരു സ്വയമുണ്ട്, എൻ്റെ ഒരു വ്യക്തിത്വമുണ്ട്. ഈ സ്വന്തം വ്യക്തിത്വത്തിൻ്റെ ഔന്നത്യത്തിൽ ഉറച്ചു നിൽക്കുന്ന യാതൊരാൾക്കും ദൈവത്തിന് പ്രയോജനപ്പെടാൻ സാധിക്കുകയില്ല. യോനാ പ്രവാചകന് പറ്റിയ ഈ സ്വയത്തിൻ്റെ അടിമത്വം അത് ഭയാനകമായൊരു പാപമായിരുന്നു. അത് യോന ഗ്രഹിച്ചില്ല എന്ന് മാത്രം. യോനയ്ക്ക് ഇത് അത്യന്തം അനിഷ്ടമായി. ഒന്നാമത്തെ കാര്യം, ദൈവത്തോട് കോപം വന്നു. സെൽഫ് സെൻറ്റേഡ്നെസ് ഉണ്ടെങ്കിൽ, സ്വയകേന്ദ്രീകൃതമാണ് നിങ്ങളുടെ ജീവിതമെങ്കിൽ, സ്വയമാണ് നിങ്ങളുടെ ജീവിതത്തെ ഭരിക്കുന്നതെങ്കിൽ, നിങ്ങളിൽ എപ്പോഴും ദൈവത്തോട് പോലും കോപം വരും, ദൈവത്തോട് പോലും പരിഭവം വരും. രണ്ടാമത്തെ കാര്യം, ദൈവത്തോട് പരിഭവം വന്നു. 4-ാം അധ്യായം 1-ാം വാക്യത്തിൽ തന്നെ അത് കാണാം. അവന് കോപം വന്നു, എൻ്റെ വാക്ക് മാനിച്ചില്ല എന്ന് പരിഭവിച്ചു. 1 കോപം വന്നു, 2 പരിഭവിച്ചു. മൂന്നാമത്തെ കാര്യം, ഈ കോപം വന്ന് നിൽക്കുമ്പോഴാണ് പ്രാർത്ഥിച്ചത്. 4-ാം അധ്യായം 2-ാം വാക്യത്തിൻ്റെ ആരംഭം കൂടി വായിക്കാം. അവൻ യഹോവയോട് പ്രാർത്ഥിച്ചു, അയ്യോ യഹോവേ, ഞാൻ എൻ്റെ ദേശത്തായിരുന്നപ്പോൾ ഞാൻ പറഞ്ഞ വാക്ക് ഇത് തന്നെയല്ലയോ. കോപം വന്നു, അവൻ യഹോവയോട് പ്രാർത്ഥിച്ചു. ഇത് യോനയ്ക്ക് അത്യന്തം അനിഷ്ടമായി. അവന് കോപം വന്നു, അവൻ യഹോവയോട് പ്രാർത്ഥിച്ചു. അനിഷ്ടമാവുകയും കോപം വരികയും ചെയ്യുമ്പോഴും പ്രാർത്ഥനയുണ്ട്. അനേകരുടെ പ്രാർത്ഥന എങ്ങനെയാണ്? പാപം മാറ്റിയിട്ടല്ല പ്രാർത്ഥന, കോപം മാറിയിട്ടില്ല, വൈരാഗ്യം മാറിയിട്ടില്ല, ഇഷ്ടക്കുറവ് മാറിയിട്ടില്ല, മുഷിച്ചിൽ മാറിയിട്ടില്ല, നീരസവും കയ്പും മാറിയിട്ടില്ല, അശുദ്ധ ചിന്തകൾ മാറിയിട്ടില്ല. പ്രാർത്ഥന നാം മുറയ്ക്ക് ചൊല്ലുന്നുണ്ട്. പ്രാർത്ഥനയും നമസ്കാരങ്ങളും ഗീതങ്ങളും എല്ലാം മുറയ്ക്ക് തന്നെയുണ്ട്, ഒന്നും കുറവ് വരുത്തിയിട്ടില്ല. പക്ഷേ ഈ പ്രാർത്ഥനകൾ ചൊല്ലിത്തയ്ക്കുന്ന പ്രാർത്ഥനകളാണ്, ഹൃദയത്തിൽ നിന്ന് വരുന്നതല്ല, ദൈവസനിലേക്ക് ഉയരുന്നതല്ല. മേലുള്ള ഊർസ്ലേം വാതിലുകൾക്കുള്ളിൽ സിംഹാസനം അണയുന്ന പ്രാർത്ഥനകളല്ല. മേലാം ഊർസ്ലേം വാതിലുകൾക്കുള്ളിൽ സിംഹാസനം അണയണമെങ്കിൽ, പ്രാർത്ഥന സിംഹാസനത്തിന് മുമ്പിൽ ചെല്ലണമെങ്കിൽ നമ്മുടെ അകൃത്യം മാറ്റിയിട്ട് പ്രാർത്ഥിക്കണം, അകൃത്യം ഹൃദയത്തിൽ നീക്കിയിട്ട് പ്രാർത്ഥിക്കണം. യോന പ്രാർത്ഥിച്ചു, യോന കോപത്തോടെ പ്രാർത്ഥിച്ചു, യോന പ്രാർത്ഥിച്ചു അനിഷ്ടം വന്നുകൊണ്ട് പ്രാർത്ഥിച്ചു, യോന പ്രാർത്ഥിച്ചു പരിഭവിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു. സ്നേഹിതരെ, ഞാൻ ഈ വാക്കുകളെ ചുരുക്കട്ടെ. നിങ്ങൾക്ക് യഥാർത്ഥമായ അനുതാപത്തോടെ പ്രാർത്ഥിക്കാൻ കഴിയുമോ? യഥാർത്ഥമായ അനുതാപത്തോടെ, കർത്താവേ, എൻ്റെ ദൈവമേ, നിൻ്റെ മുമ്പിലേക്ക് ഞാനിതാ വരികയാണ്. ഞാൻ എൻ്റെ സ്വഭാവത്തിൻ്റെ മാലിന്യം ഞാൻ കണ്ടെത്തുന്നു. എനിക്ക് ഒരു സ്വയമുണ്ട്, എനിക്കൊരു ഈഗോയുണ്ട്, എനിക്കൊരു സെൽഫുണ്ട്. ഇതൊരു പാവമാണെന്ന് ഞാൻ ഓർത്തിരുന്നില്ല. മദ്യപാനവും വ്യഭിചാരവും കൊലപാതകവും ഇല്ലല്ലോ എന്ന് ഞാൻ ഓർത്തു. അതൊന്നും എനിക്കില്ലല്ലോ. പ്രകടമായി പുറമേയുള്ള പാപങ്ങളൊന്നും ഇല്ലല്ലോ. ആരുടെയും 10 പൈസ പോലും എനിക്ക് എടുക്കണമെന്നില്ലല്ലോ. ഞാൻ ഓർത്തു, ഞാൻ അഭിമാനിച്ചു. പക്ഷേ എനിക്കൊരു സ്വയമുണ്ട് എന്ന് ഞാൻ അറിഞ്ഞില്ല, ഒരു സെൽഫുണ്ട് എന്ന് ഞാൻ അറിഞ്ഞില്ല. കർത്താവേ, എൻ്റെ ദൈവമേ, ഇപ്പോൾ യോനാ പ്രവാചകൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാനൊരു പാഠം ഉൾക്കൊള്ളുന്നു. എൻ്റെ സ്വയത്തെ ഞാൻ ഏറ്റുപറയുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് മർമ്മപ്രധാനമായി കർത്താവ് ഈ ഒരു ആശയം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് തരികയാണ്. മർമ്മപ്രധാനമായി നിങ്ങളുടെ മർമ്മത്തെ പിളർക്കുന്നതായി ഈ ഒരാശയം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കടന്നു വരട്ടെ. നിങ്ങൾക്ക് നിങ്ങളുടെ സ്വയത്തെ താഴ്ത്തി വയ്ക്കാൻ കഴിയട്ടെ. സഹോദരങ്ങളെ, സ്വയത്തോട് യാത്ര പറയാൻ കഴിയട്ടെ. സ്വയത്തെ താഴ്ത്തി വയ്ക്കുന്നതാണ്, അയ്യെ വെട്ടുന്നതാണ് കുരിശ് എന്ന് പറയുന്നത്. ഞാൻ, ആ ഞാൻ എന്ന ഞാനെ വെട്ടുന്നതാണ് കുരിശ്. പ്രിയപ്പെട്ടവരെ, ഉയർന്നു നിൽക്കുന്നു, പക്ഷേ വെട്ടുന്നു, അതാണ് കുരിശ്. നിങ്ങൾക്ക് മനസ്സിലായോ? കർത്താവേ, എൻ്റെ ഞാനെ നിൻ്റെ കുരിശിനാൽ നീ വെട്ടണമേ, നിൻ്റെ കുരിശിലെ സ്നേഹത്താൽ നീ വെട്ടിക്കളയണമേ, എൻ്റെ ഞാനെ നീ തകർക്കണമേ. കർത്താവേ, ഞാനിതാ എന്നെ നിനക്ക് തരുന്നു, ഞാൻ എന്നെ തന്നെ താഴ്ത്തുന്നു. എൻ്റെ സഹോദരങ്ങളെ, നിങ്ങൾ താഴ്മയുള്ളവരാകുവീൻ, താഴ്മ പഠിക്കുവീൻ, താഴ്മ പരിശീലിക്കുവീൻ. നിങ്ങൾ എളിമയുള്ളവരാകുവീൻ, ആരോടും പരിഭവമില്ലാതെ എല്ലാവരെയും സ്നേഹിക്കുന്ന, ആരോടും പരാതിയില്ലാതെ എല്ലാവരുടെ മുമ്പിൽ താഴുന്ന, എല്ലാവരെയും ശ്രേഷ്ഠരായിട്ട് എണ്ണുന്ന, നമ്മുടെ എതിരാളികളെപ്പോലും മാനിക്കുന്ന ആ സ്നേഹം നമ്മിലേക്ക് വരട്ടെ. നമുക്ക് താഴാം, നമുക്ക് സമർപ്പിക്കാം, നമുക്ക് നമ്മെ തന്നെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. വചനം കേട്ടെല്ലാവരും വചനത്തിൻ്റെ മർമ്മം ഉൾക്കൊള്ളുവാൻ ഇടയാകണമേ എന്ന് അപേക്ഷിക്കുന്നു. കർത്താവേ, സത്യവിശ്വാസികളും സത്യവിശുദ്ധരുമായി തലമുറയിൽ ഞങ്ങൾക്ക് ഭാഗ്യം തരണമേ. വചനം കേട്ടെല്ലാവരും എൻ്റെ നാഥൻ രണ്ടാമത്തെ ഒരു വേണ്ടി ഒരുങ്ങുവാൻ ഇടയാക്കണമേ. കർത്താവേ, സമാധാനത്താൽ എല്ലാവരെയും നിറയ്ക്കണമേ, കൃപയിൽ എല്ലാവരെയും പൊതിയണമേ, തിരുരക്തത്താൽ എല്ലാവരെയും ശുദ്ധീകരിക്കണമേ, തിരുനാമം മഹത്വപ്പെടുത്തണമേ. യേശുക്രിസ്തുവിൻ്റെ രാജകീയ നാമത്തിൽ തന്നെ. ആമീൻ.